PC ഹിൻസ് ആൻഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് മാതൃകാ ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത്, ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ശതവത്സര യുദ്ധം നടന്നത് 1337 മുതൽ 1453 വരെയാണ്. രണ്ടാമത്തെ തന്നത്, ശതവത്സര യുദ്ധത്തിൻ്റെ ആരംഭകാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് എഡ്വേർഡ് ഒന്നാമനാണ്. മൂന്നാമത്, മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്നറിയപ്പെട്ടിരുന്നത് ജോവാൻ ഓഫ് ആർക്കാണ്. നാലാമത്തെ, ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധമായി പ്രഖ്യാപിച്ചത് 1920-ലാണ്. വിശുദ്ധയായി പ്രഖ്യാപിച്ചത് 1920-ലാണ്. ഇത്ര ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഒന്നാമത്തെ സി ആണ് ആൻസർ. ഏതാണ്? സി ആണ്. 1, 3, 4 ശരി. ഏതാണ്? 1, 3, 4 ശരിയാണ്. അടുത്തത് രണ്ടാമത്തെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളത് തന്നെയാണ്. മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപമാണ് റോസ് യുദ്ധങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ, യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിലായിരുന്നു റോസ് യുദ്ധങ്ങൾ. മൂന്നാമത്തെ, ഇംഗ്ലണ്ടിൽ പാർലമെന്റ് ഉടലെടുത്തത് ചാൾസ് ഒന്നാമൻ്റെ കാലത്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ എ ആണ് ആൻസർ. 1, 2 ശരിയാണ്. 1, 2 ഏതാണെന്ന് നമുക്ക് നോക്കാം. മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപമാണ് റോസ് യുദ്ധങ്ങൾ. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത്, യോർക്കിസ്റ്റ് കക്ഷികളും ലങ്കാസ്ട്രിയൻ കക്ഷികളും തമ്മിലായിരുന്നു റോസ് യുദ്ധങ്ങൾ. അടുത്ത മൂന്നാമത്തെ നമുക്ക് നോക്കാം. ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. ആദ്യത്തെ ഒന്നാമത്തെ തന്നത്. രണ്ടാമത്തെ, മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് റണ്ണിമിഡ് മൈതാനത്തിൽ വെച്ച് ജോൺ രാജാവാണ്. മൂന്നാമത്തെ, ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി ഉപയോഗിച്ചത് മാഗ്ന കാർട്ടയിലാണ്. അതുപോലെ തന്നെ നാലാമത്തെ, ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് ആദ്യമായി പരാമർശിച്ചത് മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. അടുത്തത് നാലാമത്തെ, തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നുള്ളതാണ്. ഇത്ര നേരം ശരിയായതാണ് ചോദിച്ചത്, ഇനി തെറ്റായതാണ്. ചാൾസ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷിയാണ് വിഗ് പാർട്ടിയും ടോറി പാർട്ടിയും. അതുപോലെ തന്നെ രണ്ടാമത്തെ, ഇംഗ്ലണ്ടിൽ പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം 1687-ആണ്. മൂന്നാമത്തെ, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ചാൾസ് രണ്ടാമൻ. 4, തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്കും വേണ്ടി ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. നാലാമത്തെ എ ആണ്. 2, 3 തെറ്റാണ്. ഏതാണ് 2, 3 ഒന്നുകൂടി വായിക്കാം. 2, 3 ഇംഗ്ലണ്ടിൽ പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം 1687. മൂന്നാമത്തെ, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവത്തിന് ദൃക്സാക്ഷിയായ ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ചാൾസ് രണ്ടാമൻ. ഇത് രണ്ടും തെറ്റാണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നുള്ളതാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കത് ഓപ്ഷൻസ് വായിക്കാം. 1764 ഇംഗ്ലീഷ് പാർലമെന്റ് അമേരിക്കയിലെ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളുടെ മേൽ ചുമത്തിയ നികുതിയാണ് പഞ്ചസാര നികുതി. അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമമാണ് മെർക്കന്റിലിസം. അതുപോലെ തന്നെ മൂന്നാമത്തെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. നാലാമത്തെ, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ ആണ്. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളതാണ്. 5ാമത്തെ ബി ആണ് ആൻസർ. 2, 3, 4 ശരിയാണ്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 2, 3, 4 2 ഏതാണ്? വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള കമ്പോളമായും കോളനികളെ കണക്കാക്കിയ അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമമാണ് മെർക്കന്റിലിസം. അതുപോലെ തന്നെ മൂന്നാമത്തെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അതുപോലെ തന്നെ നാലാമത്തെ, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് പെയിൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ശരിയായിട്ടുള്ള അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള കാര്യങ്ങൾ
കാര്യങ്ങളാണ്. അടുത്തത് ആറാമത്തെ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ആദ്യത്തേത്, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് 1775-ലാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4-നാണ്. മൂന്നാമത്തെ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. നാലാമത്തെ, ഇംഗ്ലണ്ടും വടക്കേ അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചത് 1782-ലാണ്. ആറാമത്തെ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് നമുക്ക് നോക്കാം. ആൻസർ സി. 2, 3 ശരിയാണ്. 2, 3 നമുക്ക് നോക്കാം. 2, 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4-ലാണ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1776 ജൂലൈ 4-നാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും അതുപോലെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ഇത് 2 കാര്യങ്ങളാണ് ശരി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഏഴാമത്തെ, ജോർജ് വാഷിംഗ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് നായകനാണ് കോൺവാലിസ് പ്രഭു. രണ്ടാമത്, അമേരിക്കയിൽ സ്റ്റാമ്പ് നിയമം പുറത്തിറക്കിയത് 1765-ലാണ്. മൂന്നാമത്തെ, അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789-ലാണ്. നാലാമത്, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് അമേരിക്കയും ഇംഗ്ലണ്ടും ഒപ്പുവെച്ച സന്ധിയാണ് വേഴ്സായ് സന്ധി. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകളാണ് എല്ലാതും. അടുത്തത് എട്ടാമത്തെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് എട്ടാമത്തെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇത്ര നേരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി അടുത്തത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം ഏതാണ് ശരിയായ പ്രസ്താവന എന്ന്. ആദ്യത്തേത്, ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബോർബൺ വംശം. അതുപോലെ തന്നെ വേഴ്സായ് കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവാണ് ലൂയി 14-ാമൻ. അടുത്തത്, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് കേൾബർഗിന്റെ നേതൃത്വത്തിലാണ്. നാലാമത്തെ, ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ച നികുതിയാണ് തിതെ. ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി ഏതാണ്? തിതെ. ഇത്രയും 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3, 4 ശരിയാണ്. ബി 1, 2, 3, 4 ശരിയാണ്. അടുത്തത് 9ാമത്തെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തന്നെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ, പുതിയ നികുതി നയങ്ങൾ നടപ്പാക്കുന്നതിനായി ലൂയി 15-ാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. രണ്ടാമത്തെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർച്ചയിലാണ്. മൂന്നാമത്തെ, ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14-ലാണ്. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2, 3 മാത്രം ശരി. ഏതാണ് നമുക്ക് നോക്കാം. 2, 3. 2, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ്. അപ്പൊ ഫ്രഞ്ച് വിപ്ലവം 44 കാരണം എന്താണ്? ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ്. അതുപോലെ തന്നെ 3 ഏതാണ് നമുക്ക്? ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14-ലാണ്. ഇത് രണ്ടുമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അടുത്തത്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. റോബിസ്പിയറുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെട്ടത്. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് റോബിസ്പിയറുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെട്ടത്. രണ്ടാമത്തെ, ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വിദ്യാഭ്യാസ ദാർശനികനാണ് റൂസോ. അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലെ. ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്ത നോവലാണ് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്നുള്ളത്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഏതാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് എല്ലാം ശരിയാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം മൊത്തം പഠിച്ചു വെക്കുക. അടുത്ത 11ാമത്തെ, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അടുത്ത് തന്നിരിക്കുന്നത്. റഷ്യയിലെ കർഷകരുടെ അവസ്ഥ വിവരിക്കുന്ന പ്രസിദ്ധമായ റഷ്യൻ കൃതി അമ്മ രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. അതുപോലെ രണ്ടാമത്തെ, ടോൾസ്റ്റോയ് കൃതികളെ റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടി എന്ന് വിശേഷിപ്പിച്ചത് കാൾ മാർക്സ് ആണ്. മൂന്നാമത്തെ, ലെനിൻ സ്ഥാപിച്ച പത്രമാണ് ഇസ്ക്ര. അതുപോലെ തന്നെ 4, റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ഭരണാധികാരിയാണ് സർ നിക്കോളാസ് 2-ാമൻ എന്നുള്ളത്. അപ്പോൾ 11ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 തെറ്റാണ്. റഷ്യ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതാണ് എന്നുള്ളതാണ്. 2 തെറ്റാണ്. അടുത്തത് 12ാമത്തെ, ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്.
ജനീവയിൽ വെച്ചാണ് ഒന്നാം ഇന്റർനാഷണലിന്റെ ആദ്യ പൊതുസമ്മേളനം നടന്നത്. രണ്ടാമത്തെ നാലാം ഇന്റർനാഷണലിന് നേതൃത്വം നൽകിയത് സ്റ്റാലിൻ 1943 ഇന്റർനാഷണൽ വർക്കിംഗ് മെൻസ് അസോസിയേഷൻസ് എന്നറിയപ്പെടുന്നത് രണ്ടാം ഇന്റർനാഷണലാണ്. നാലാമത്തെ കൊമിന്റേൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാം ഇന്റർനാഷണലാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് 1ഉം 4ഉം ശരിയാണ്. ഏതാണ്? 1ഉം 4ഉം ശരിയാണ്. അടുത്തത് 13ാമത്തെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഗോങ്ഷു. അതുപോലെ തന്നെ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. അതുപോലെ തന്നെ 3ാമത്തെ തായ്പിങ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹങ് സ്യൂക്കാൻ. അതുപോലെ 4ാമത്തെ ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തിയാണ് കോങ്സി. ഇതിൽ എന്താണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. 13ാമത്തെ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം 4ഉം ശരിയാണ്. ഏതാണ്? 2, 3, 4ഉം ശരിയാണ്. അടുത്തത് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ആദ്യത്തെ 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നു. കുമിങ്താങ് പാർട്ടി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ചൈന പുനരുജ്ജീവന സംഘം എന്നാണ്. 3ാമത്തെ വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് സൺ യാത് സെൻ ആണ്. 4ാമത്തെ സാംസ്കാരിക വിപ്ലവം നടന്നത് 1966 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 4 മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 4 മാത്രം ശരി. അടുത്ത 15ാമത്തെ ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട രഹസ്യ സംഘടനയാണ് കാർബണറി. അതുപോലെ ഇറ്റലിയുടെ ഏകീകരണത്തിനായിട്ട് നേതൃത്വം നൽകിയ നാട്ടുരാജ്യമാണ് സാർഡീനിയ. ചുവപ്പ് കുപ്പായക്കാർ എന്ന സൈനിക സംഘടന സ്ഥാപിച്ചത് ഗാരിബാൾഡിയാണ്. 4ാമത്തെ ഇറ്റലിയുടെ ഏകീകരണത്തിന് നേതൃത്വം നൽകിയ നാട്ടുരാജാവാണ് വിക്ടർ ഇമ്മാനുവൽ രണ്ടാമൻ. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 15ാമത്തെ ആൻസർ എ ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏത് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻസ് വായിക്കാം. ജർമ്മനിയുടെ ഏകീകരണം പൂർത്തിയായ വർഷം 1874. രണ്ടാമത്തെ ഏകീകൃത ജർമ്മനിയുടെ ആദ്യ ചക്രവർത്തിയാണ് ഓട്ടോവൻ ബിസ്മാർക്ക്. അതുപോലെ തന്നെ 3ാമത്തെ ജർമ്മൻ ഏകീകരണത്തെ അനുകൂലിച്ചിരുന്ന സംഘടനയാണ് കസ്റ്റംസ് യൂണിയൻ. 4ാമത്തെ നാസികളുടെ ചിഹ്നമായ സ്വസ്തികയുടെ അർത്ഥം ഐശ്വര്യം എന്നാണ് എന്നുള്ളതാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ തെറ്റായത് ഏതെന്നാണ് 16ാമത്തെ ചോദ്യം. 16ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2 മാത്രമാണ് തെറ്റ്. 2 മാത്രമാണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ ജർമ്മനിയുടെ ബ്രിട്ടൻ ആക്രമണ പദ്ധതിക്ക് ഹിറ്റ്ലർ നൽകിയ രഹസ്യനാമമാണ് ഓപ്പറേഷൻ സീലിയൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ജർമ്മനി റഷ്യയോട് പരാജയപ്പെട്ട വർഷം 1944. 3ാമത്തെ 1941 ഡിസംബർ 7 ജപ്പാൻ പേൾ ഹാർബർ തുറമുഖം ആക്രമിച്ചു. 4ാമത്തെ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1940 ഓഗസ്റ്റ് 14. ഇതിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 17ാമത്തെ ആൻസർ ചോദ്യം വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം ശരിയാണ്. ഏതാണ്? 1ഉം 3ഉം ശരിയാണ്. അടുത്തത് 18ാമത്തെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. NATO രൂപവൽകൃതമാകുമ്പോൾ 12 രാജ്യങ്ങളും നിലവിൽ 30 രാജ്യങ്ങളും അംഗങ്ങളാണ്. അടുത്തത് പടിഞ്ഞാറൻ യൂറോപ്പിന്റെ സുരക്ഷിതത്വത്തിനായിട്ട് രൂപവൽക്കരിക്കപ്പെട്ട സംഘടനയാണ് NATO. 3ാമത്തെ 1954 സെപ്റ്റംബറിൽ ഫിലിപ്പീൻസിലെ മനിലയിൽ വെച്ച് സീറ്റോ രൂപവൽക്കരിച്ചു. 4 ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്നത് ഏതാണ്? സെന്റോ ആണ്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. 18ാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഉദാര ജനാധിപത്യം എന്ന ആശയം ശക്തി പ്രാപിച്ചത് USSRന്റെ ശിഥിലീകരണത്തിന്റെ ഫലമായിരുന്നു. USSR ഉണ്ടായിരുന്ന സോവിയറ്റ് റിപ്പബ്ലിക്കുകളുടെ എണ്ണം 15 ആണ്. കിഴക്കൻ യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. 19 എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത 20ാമത്തെ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം. ആദ്യത്തേത് കുവൈറ്റിനെ ഇറാഖിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായിട്ട് അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. രണ്ടാമത്തെ ആഗോള ഭീകരതയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. 3ാമത്തെ 2003 മാർച്ച് 15 അമേരിക്ക ഇറാഖിന് നേരെ അഴിച്ചുവിട്ട ആക്രമണത്തിന്റെ രഹസ്യനാമമാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോപ്പ്. 4ാമത്തെ രണ്ടാം ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന ഇറാഖിനുമേൽ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ ഡെസേർട്ട് ഫോക്സ് എന്നുള്ളത്. ചോദ്യം എന്താണ്?
താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏതാണ്? 2ഉം 4ഉം ശരിയാണ്. 2ഉം 4ഉം ശരിയാണ്. അടുത്ത 21ാമത്തെ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഗണക്രമത്തിൽ എഴുതാനാണ്. ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ രൂപവൽക്കരണം, 2ാമത്തെ ലോങ് മാർച്ച്, 3 ബോക്സർ കലാപം, 4 സൺയാദ് സെന്നിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം. ഇതിനെ കാലഗണനക്രമത്തിൽ എഴുതാനാണ് നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 3, 4, 2, 1. ആദ്യം 3, പിന്നെ 4, പിന്നെ 2, പിന്നെ 1. അടുത്തത് താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവനയാണ്. 1ാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലമായി രൂപമെടുത്ത സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ത്രികക്ഷി സഖ്യത്തിന്റെയും ത്രികക്ഷി സൗഹാർദ്ദത്തിന്റെയും ഭാഗമായിരുന്ന രാജ്യമാണ് ഇറ്റലി. കരിങ്കുപ്പായക്കാർ നാസി ജർമ്മനിയുമായി ബന്ധപ്പെട്ട സൈനിക വിഭാഗമാണ്. ഇതിൽ നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 22ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം. അടുത്തത് 23ാമത്തെ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? ബോൾഷെവിക് അലക്സാണ്ടർ കെറൻസി, 2 ലോങ് മാർച്ച് സൺയാദ് സെന്ന്, 3 കോമൺ സെൻസ് തോമസ് പെയിന്, 4 മെൻഷെവിക് ട്രോട്സി. ഇതിൽ നമുക്ക് എന്താണ് താഴെ തനിക്ക് തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ് 23ാമത്തെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഡി ആണ് ആൻസർ. 1, 2, 4. അടുത്തത് താഴെ പറയുന്നവയിൽ മൊറോക്കൻ പ്രതിസന്ധിയിൽപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? നമുക്ക് രാജ്യം വായിക്കാം. ബ്രിട്ടൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി. ഇത്രയും തന്നിരിക്കുന്നുണ്ട്. ഇതിൽ മൊറോക്കൻ പ്രതിസന്ധിയിൽപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് 24ാമത്തെ. ഓപ്ഷൻ ബി ആണ്. ബ്രിട്ടൻ, ഫ്രാൻസ് ആണ്. ഏതാണ്? ബ്രിട്ടൻ, ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ബി ആണ് 24ാമത്തെ ആൻസർ. അടുത്തത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺയാദ് സെൻ ആണ്. 2ാമത്തെ, ചൈനയിൽ ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷക്കാണ്. 3ാമത്തെ, ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം 1913 ആണ്. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നു. ഇതിൽ എന്താ ചോദ്യം? താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 3 ആണ്. 3 മാത്രം തെറ്റായത്. അടുത്ത 26ാമത്തെ, താഴെ തന്നിരിക്കുന്നവയിൽ 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു 1ാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. 2ാമത്തെ, ചരിത്രത്തിൽ ആദ്യമായിട്ട് ആകാശയുദ്ധം നടന്നതും വിഷവാതക പ്രയോഗം നടന്നതും 1ാം ലോക മഹായുദ്ധത്തിലായിരുന്നു. 3ാമത്തെ, ലോകത്തിൽ ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച വിഷവാതകം ക്ലോറിൻ ആയിരുന്നു. 4ാമത്തെ, 1ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തേക്ക് കൂറുമാറിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യമാണ് ഇറ്റലി. ചോദ്യം എന്താണ്? 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 26ാമത്തെ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 4, 1ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ മറുപക്ഷത്തേക്ക് കൂറുമാറിയ ത്രികക്ഷി സൗഹാർദ്ദ രാജ്യമാണ് ഇറ്റലി എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തതിലേക്ക് പോകാം നമുക്ക്. 27ാമത്തെ, താഴെ പറയുന്ന വർഷങ്ങൾ ക്രമമായ രീതിയിൽ ക്രമീകരിക്കുക. ആദ്യത്തേത്, ലോങ് പാർലമെന്റ് നിയമം പാസാക്കിയ വർഷം 1642. ബി, ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1689. സി തന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് അവകാശ നിയമം പാസാക്കിയ വർഷം 1649. അങ്ങനെ ഡി തന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമൻ വധിക്കപ്പെട്ട വർഷം 1640. ഇതിൽ വർഷങ്ങൾ ക്രമമായ രീതിയിൽ ക്രമീകരിക്കാനാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത്. 27ാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്തത് ചേരുംപടി ചേർക്കലാണ്. 1871 ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൽസേസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. 2ാമത്തെ, കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശരെ ഏകീകരിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം. 3ാമത്തെ, മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനമുറപ്പിക്കുന്നതിനായിട്ട് ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിക്കുന്നതിനായിട്ട് ആരംഭിച്ച പ്രസ്ഥാനം. ചോദ്യം എന്താണ്? ചേരുംപടി ചേർക്കലാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അതിൽ എ തന്നിരിക്കുന്നത് പ്ലാൻസാവ് പ്രസ്ഥാനം തന്നിട്ടുണ്ട്, ബി പ്രതികാര പ്രസ്ഥാനം തന്നിട്ടുണ്ട്, സി പാൻ ജർമ്മൻ പ്രസ്ഥാനം തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചേരുംപടി ചേർക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. 29ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്.
അടുത്ത 30-ാമത്തെ വ്യക്തികളും ബന്ധപ്പെട്ട വിപ്ലവങ്ങളും ശരിയായി രേഖപ്പെടുത്താനാണ് 30-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1D 2C 3A 4B ഇതാണ് ആൻസർ വരുന്നത്. അടുത്തത് 31-ാമത്തെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്താനാണ് നമുക്ക് തന്നിരിക്കുന്നത്. 31-ാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ. 2143 ആണ്. 2143. അടുത്ത 32-ാമത്തെ താഴെ പറയുന്നവയിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെടാത്ത വ്യക്തി ഏതാണ് എന്നുള്ളതാണ് 32-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അതാണ് ഫാദർ ജോർജ് ഗാപ്പനാണ്. അടുത്തത് 33-ാമത്തെ താഴെ പറയുന്നവയിൽ ഒക്ടോബർ വിപ്ലവവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതാണ് എന്നുള്ളതാണ് 33-ാമത്തെ ക്വസ്റ്റ്യൻ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 3 അടുത്ത 34-ാമത്തെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കലാണ് 34-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 1, 2, 4 ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ വന്നിരിക്കുന്നത്. 1, 2, 4 അടുത്ത 35-ാമത്തെ വ്യാവസായിക വിപ്ലവവുമായി ബന്ധപ്പെട്ട് കണ്ടുപിടുത്തങ്ങളെ ശരിയായ ക്രമത്തിൽ എഴുതാനാണ് 35-ാമത്തെ ക്വസ്റ്റ്യൻ. 35-ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1B 2C 3D 4A. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കാനാണ് 36-ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 36-ാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 3 അടുത്ത 37-ാമത്തെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നുള്ളതാണ് 37-ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 ശരി തന്നെയാണ്. വായിച്ചു നോക്കുക നിങ്ങളപ്പോൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുമാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക്